പതിവ് പോലെ എന്തെങ്കിലും അമ്മയെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് അകൊക്കെ ഒന്ന് തുടച്ചെടുക്കാം, ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാമെന്നൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഹാപ്പിയാവും. ഇന്നത്തെ പണി അരിയിലൂടെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. മിക്കപ്പോഴും അരി ഇടുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന കാര്യമാണ് 1-2 അരിയെങ്കിലും മിനിമം എനിക്ക് വാഷ് ബേസിലേക്ക് തുള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അതിനെ പൊറുക്കി എടുത്ത് വീണ്ടും കഴുകി എടുത്തിട്ടൊക്കെ വേണം ഇടാൻ കേട്ടോ. ഒരു അരിമണി വീഴുന്നതോ മറ്റോ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ കഥ കഴിഞ്ഞതാണ്. കഥ കഴിയുന്നതിൽ തെറ്റുമില്ല. ഒരു ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്ര പേര് നമ്മളുടെ ചുറ്റും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അരിയൊന്നും പാഴാക്കരുത്. അരി എന്നല്ല, ഒരു ധാന്യങ്ങളും നമ്മൾ പാഴാക്കി കളയരുതല്ലോ. അപ്പോൾ ഇതാ കുറച്ച് പതിവ് പോലെ തൂവിപ്പോയിട്ടുണ്ട്. ഞാൻ പൊറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കും. ഈ ഒരു പ്രശ്നം ഇതാ കറക്റ്റ് സമയത്ത് അമ്മ വന്നത് കേട്ടോ. അമ്മ കാണാഞ്ഞതിൻ്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറൊരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് ഊറ്റിയിട്ടാണ് സാധാരണയായിട്ട് അരി കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ, അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വേണ്ടാതാനും. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് അധികം അരി പോയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ പാത്രത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ഇത്ര അരി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അടി കിട്ടേണ്ടത് തന്നെയല്ലേ. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാവേ. ഇതാ ഈ ഒരു സാധനം വാങ്ങിയാൽ മതി കേട്ടോ. നമുക്ക് ഇതിൽ വെച്ച് തന്നെ കഴുകുകയും ചെയ്യാം, നമുക്ക് ഡ്രെയിൻ ചെയ്യുകയും ചെയ്യാം. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അടിപൊളി സംഭവമാണ്. ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. നമ്മൾ ഈ ഗീ റൈസൊക്കെ നമ്മൾ ഊറ്റി കഴിഞ്ഞിട്ട് വെള്ളം കംപ്ലീറ്റ് പോയിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചേച്ചിച്ച് വെച്ചാൽ മതി. അടിപൊളി സാധനമാണ്. മസ്റ്റ് ട്രൈ ആണ്. വില തുച്ഛമാണ്, ഗുണം മെച്ചമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊണ്ടിടാനുണ്ടല്ലോ. എന്ത് എളുപ്പമാണെന്നറിയോ, ഒരു ടെൻഷനും വേണ്ട. കുട്ടികളോട് അടക്കം അരി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് തന്നെ ഇടും, ഒരു അരിമണി പോലും കളയാതെ കേട്ടോ. അപ്പോൾ എന്താ, ലിങ്കിന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതാ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ.